Rehna'z model. George Rehna'z model, published in 1956, expands on Sharon Weaver and Laswell's model of communication. നമ്മുടെ ഷാരൺ വീവറിന്റെയും ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയാം നമുക്ക് ഈ പറഞ്ഞ ജോർജ് ജെർബിനസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. It aims to provide a comprehensive understanding of communication by focusing on events rather than pre-existing messages. നമുക്കറിയാം ഇപ്പൊ പറഞ്ഞ സ്പൈറൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്താ ഫ്രാങ്ക് ഡാൻസ് ഹെലിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, പ്രീവിയസ് മെസ്സേജിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, കൾച്ചർ, കോണ്ടെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തായിട്ട്. പക്ഷെ ജോർജ് ജെർബിനസ് മോഡൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് മെസ്സേജിനെ കുറിച്ചോ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതെന്താണ് പറഞ്ഞത്, റാദർ ദാൻ ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ ഈവൻസ്, നമ്മൾക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, ഈവൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ നോക്കാം എന്താണെന്ന്. Jebnes argues that messages are created during encoding process influenced by the code and channel used. Model consists of 10 components corresponding to different fields of study. നമുക്ക് മാക്സിമം നമ്മൾ ഇതുവരെ 6 കമ്പോണൻസ് ഒക്കെയാണ് പഠിച്ചത്. പക്ഷെ ജേർണലിന്റെ മോഡലിൽ 10 കമ്പോണൻസ് ആണുള്ളത്. പക്ഷെ ആ 10 കമ്പോണൻസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. Jebnes argues that messages are created during encoding process. മെസ്സേജ് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അത് ഓൾറെഡി നമുക്കറിയാം അല്ലേ. മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻകോഡ് ചെയ്യാണ് ചെയ്യുന്നത്. സെൻറ്റർ ആ മെസ്സേജറിനെ എൻകോഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. ആൻഡ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോഡ് ആൻഡ് ചാനൽ യൂസ്ഡ്. എന്നിട്ട് ഈ മെസ്സേജ് പോകുന്ന ചാനലിനെ ബേസ് ചെയ്ത് മെസ്സേജിൽ മാറ്റങ്ങൾ സംഭവിക്കാം. Jebnes model emphasizes the connection between message and reality, resulting in two dimensions, that is horizontal and vertical. Okay, അതാണ് ഈ പറയുന്ന പിക്ചറിൽ കാണുന്നത്. ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്നു ഹോറിസോണ്ടൽ ഡയറക്ഷനിലൂടെയും വെർട്ടിക്കൽ ഡയറക്ഷനിലൂടെയും ട്രാവൽ ചെയ്തിട്ടാണ് അത് റിസീവറിൽ എത്തിച്ചേരുന്നത്. നോക്കാം. ഹോറിസോണ്ടൽ ഡയമെൻഷൻ റിലേറ്റ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ദ ഇവന്റ്. ഒരു ഹോറിസോണ്ടൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്ററും ഇവന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. ഇവന്റും കമ്മ്യൂണിക്കേറ്ററും, അതാണ് ഈ E1 എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്ററും ഇവന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഹോറിസോണ്ടൽ ഡയമെൻഷനിൽ നടക്കുന്നത്. And while the vertical dimension correspond to communicator and the message, കമ്മ്യൂണിക്കേറ്ററും മെസ്സേജും തമ്മിലുള്ള, ഇവിടേക്ക് മെസ്സേജ് വരുന്നു, അവിടുന്ന് വെർട്ടിക്കൽ ഡയമെൻഷനിൽ നടക്കുന്ന എന്താണ്, കമ്മ്യൂണിക്കേറ്ററും മെസ്സേജും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് വെർട്ടിക്കലി നടക്കുന്നത്. സോ ഹോറിസോണ്ടലി കമ്മ്യൂണിക്കേറ്ററും ഇവന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നു. ദെൻ കമ്മ്യൂണിക്കേറ്ററും മെസ്സേജും തമ്മിലുള്ള നടക്കുന്നത് വെർട്ടിക്കലി ആണ്. Then communication starts with the sender perceiving an event and translating it to message. Communication starts with the sender perceiving an event. ആ event ആ context മനസ്സിലാക്കുന്നു and then translating the message. Message comprises content, that is information about the event and format. ഒരു മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ടാകും. ആ ഇൻഫർമേഷൻ ഒരു പർട്ടിക്കുലർ ഇവന്റിനെ പറ്റി ഉണ്ടാകും. ആ ഇവന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ എഴുതുന്നു. ആ ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ള മെസ്സേജ് ആണ് നമ്മൾ റിസീവറിന് കൈമാറുന്നത്. The audience then perceives and interprets the message. The entire process involves creative selection and interpretation of the communicator. For example, നമുക്കിപ്പം ഒരു മറ്റുള്ളവരെ ക്ഷണിക്കത്തില്ലേ. ഫോർ എക്സാമ്പിൾ ഇന്ന് ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗമുണ്ട് അല്ലെങ്കിൽ ഒരു വെൽക്കം സ്പീച്ച് നടത്താൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അയക്കും. അന്നേരം അവിടെ നടക്കാൻ പോകുന്ന എന്താണ്, ഒരു ഇവന്റ് ആണ്. ആ ഇവന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു മെസ്സേജ് കണ്ടക്ട് ചെയ്യുകയാണ്. ആ ഇവന്റിനെ കുറിച്ച് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇവന്റ്, ആ പർട്ടിക്കുലർ ഇവന്റിനെ കുറിച്ച് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. സോ ഒരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഡൗൺ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ എഴുതും. ഇവന്റിന്റെ ഫോർമാറ്റിൽ വെൽക്കം സ്പീച്ച് ആരാണ്, ബാക്കി ആരൊക്കെ വരുന്നുണ്ട്, അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ അത് റിട്ടേൺ ഡൗൺ ചെയ്ത് വെക്കുകയാണ്. ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ്റെ അകത്ത് ഇവന്റ് വരുന്നുണ്ട്, പീപ്പിൾസ് വരുന്നുണ്ട്, ടൈമിങ്സ് വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതൊരു കണ്ടന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ആ കണ്ടന്റ് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു, ത്രൂ ഹോറിസോണ്ടൽ വേ എത്തിക്കുന്നു. ദെൻ ഓഡിയൻസിലെത്തിയ ആ കണ്ടന്റിനെ ഓരോ ഓഡിയൻസ് വെർട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് അവരതിനെ ഗ്രാസ്പ് ചെയ്യും, റിസീവ് ചെയ്യും. ഓക്കെ,
And that is the process that happened in Jobness model. Here the audience then perceives and interprets the message. The entire process involves creative selection and interpretation of the communication. Communicator. ഇവിടേക്ക് നടക്കുന്ന എന്താണ് ക്രിയേറ്റീവ് സെലക്ഷൻ ആണ്. ഇപ്പം അവിടേക്ക് വരുന്ന എല്ലാ മെസ്സേജിനെയും അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനെയും റിസീവർ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. റിസീവറിന് അതിന് ക്രിയേറ്റീവായിട്ടുള്ള സെലക്ഷൻ ചെയ്ത് മീൻസ് ആരാണ് അധ്യക്ഷ പ്രസംഗം, കൊള്ളാം, ആരാ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ, കൊള്ളാം, ഇത് മതി, ഇത്രയും മതി, ബാക്കി ആരോ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആരാണ് അത് മാത്രമേ മിക്കവാറും പേര് നോക്കാറുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ക്രിയേറ്റീവ് സെലക്ഷൻ. When German's model has influenced the subsequent communication model by highlighting message relationship, it shares limitations with earlier models. മീൻസ് ഇത് നമ്മുടെ ലാസ്വെൽസിന്റെയും അതുപോലെ തന്നെ മറ്റേ കമ്മ്യൂണിക്കേഷൻ ജെർനസ് മോഡലിന്റെ ജെർനസ് മോഡൽ ലാസ്വെലിന്റെയും കമ്മ്യൂണിക്കേഷൻ മോഡലിനെ ഇത് ഒരു ഹയർ വെർഷൻ എന്ന് പറയാമെങ്കിലും പക്ഷെ ഇതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ദീസ് ലിമിറ്റേഷൻസ് ഇൻക്ലൂഡ് ഫോക്കസ് ഓൺ ദ ലീനിയർ ട്രാൻസ്മിഷൻ വിതൗട്ട് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഓൺ ഫീഡ്ബാക്ക് ലൂപ്സ് ആൻഡ് ഹൗ മീനിങ് ഈസ് ക്രിയേറ്റഡ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടീസ് കിട്ടുകയാണ്, എൻ്റെ സ്കൂളിൽ ആലുമിനി നടത്തുന്നു. ഓക്കെ, അന്നേരം അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അവർക്ക് തിരിച്ച് പെട്ടെന്ന് ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ വരുമെന്നോ വരത്തില്ല എന്ന് പറയാനോ ഒന്നും എനിക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല. എനിക്ക് എൻ്റെ കിട്ടിയ എന്താണ് പ്രിന്റഡ് നോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദർ ഈസ് എ ലിമിറ്റേഷൻ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പ്രോസസ്. That is happened in the Jobness model. Jobness model means അവർ പറയുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസോ കൾച്ചറോ കോണ്ടെക്സ്റ്റോ ഒന്നുമല്ല മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവന്റുകളാണ്. ഒരു ഇവന്റ്, ഒരു പർട്ടിക്കുലർ ഇവന്റ് അത് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇവന്റിലേക്കുള്ള മെസ്സേജിനെ സെൻഡർ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ക്രിയേറ്റീവ് സെലക്ഷൻ ആര് നടത്തുന്നു? റിസീവർ നടത്തുകയും അതിൽ നിന്ന് അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അയാൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യും. സോ അതാണ് ജെർനസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ പോലെ തന്നെ ഇതിൻ്റെ എന്തില്ല, ഫീഡ്ബാക്ക് പ്രോസസ് ഇല്ല. ഒരു ലീനിയർ ട്രാൻസ്മിഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ. ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഹൊറിസോണ്ടലും വെർട്ടിക്കലും പറഞ്ഞല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഒന്നുകൂടെ? എന്തോ മോളെ കേട്ടില്ല. ഹൊറിസോണ്ടലും വെർട്ടിക്കലും പറഞ്ഞല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ, ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ ജോബ്നസ് മോഡൽ, ഏത് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എഴുതാലും നമ്മൾ അതിന്റെ ആ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചിടാൻ ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത് ഹൊറിസോണ്ടൽ, ഈ പറയുന്ന ജോബ്നസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ത്രൂ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെത്തേഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഹൊറിസോണ്ടൽ മെത്തേഡിൽ ഇവന്റിൽ നിന്ന് ആ കണ്ടന്റ് മെസ്സേജ് എന്ത് ചെയ്യുന്നു? സെൻഡർ ആ ഇവന്റിനെ പറ്റിയിട്ടുള്ള മെസ്സേജ് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവന്റിനെ പറ്റി കണ്ട ഇവന്റിനെ പറ്റിയിട്ടുള്ള കാര്യം നമ്മുടെ മെസ്സേജ് ആ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യും. ഓക്കെ, കണ്ടന്റ് വൈസ് ആയിട്ട് കോണ്ടെക്സ്റ്റ് വൈസ് ആയിട്ട് സെൻഡ് ചെയ്യും. ലേറ്റർ ഈ കോണ്ടെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഒരു മെസ്സേജും ഉണ്ട്, കണ്ടന്റും ഉണ്ട്, പീപ്പിൾസ് ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. അത് ഒരു ചാനൽ വഴി സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ചാനൽ വഴി സെൻഡ് ചെയ്ത സാധനത്തിനെ ആര് വെർട്ടിക്കലായിട്ട് സ്വീകരിക്കുന്നു? നമ്മുടെ റിസീവർ സ്വീകരിക്കുന്നു. ഓക്കെ, റിസീവർ സ്വീകരിച്ചു കഴിഞ്ഞു. ഇവിടെ റിസീവർ അത് പെർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റിസീവർ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് അയാൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ എല്ലാ കാര്യവും വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുക, ആ മെസ്സേജിന് 2 തരം ഫോർമാറ്റ് ഉണ്ട്, എസ് ഫോം ആൻഡ് ഇ കണ്ടന്റ്. മീൻസ് ഫോമും കണ്ടന്റുമായിട്ടുണ്ട്. അന്നേരം ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആ ഫോം നോക്കിയിട്ട് കൊള്ളാം, നല്ല ഫോം, അല്ലെങ്കിൽ കണ്ടന്റ് നോക്കിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പ്രധാനപ്പെട്ട ആരാണ് വരുന്നത് അത് മാത്രം നോക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യം മാത്രം എടുത്തിട്ട് അദ്ദേഹം സെലക്ട് ചെയ്ത് അദ്ദേഹം അതിനെ പെർസീവ് ചെയ്യും. സോ ഇതിൻ്റെ അകത്ത് മെസ്സേജിനെ ആക്സസ് ചെയ്യുന്നത് എപ്പോഴും വെർട്ടിക്കലായിട്ടും സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഹോറിസോണ്ടലുമായിട്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഹോറിസോണ്ടലായിട്ടും ആ മെസ്സേജിനെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വെർട്ടിക്കൽ മെത്തേഡിലുമാണെന്നാണ് പറയുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്?
Did you understand, Hasina? Yes, ma'am. Okay. Then Wesley and the MacLean model of communication. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇത്രയും നേരം പറയുമ്പോഴത്തേക്ക് സെൻഡർ, റിസീവർ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് വെസ്ലി ആൻഡ് മക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് സൈഡിൽ എക്സ് 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 എന്ന് കൊടുത്തിട്ടില്ലേ. സോ ദാറ്റ് മീൻസ് X1, X2, X3 ടു എക്സ് ഇൻഫിനിറ്റി. ഓക്കെ, ഒരുപാട് എൻവയോൺമെന്റൽ ബാരിയേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. ആ എൻവയോൺമെന്റൽ ബാരിയേഴ്സ് എങ്ങനെ കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം. ഇപ്പം രാവിലെ എനിക്ക് കോളേജിലേക്ക് പോകണം. കോളേജിൽ പോകാനായിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യം ഭയങ്കര മഴ വന്നു. അത് എൻവയോൺമെന്റൽ ഫാക്ടർ 1. ഓക്കെ, സെക്കൻഡ് മഴ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ കുടയും എടുത്ത് അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് എന്തോ ഒരു ഇടി വെട്ടുന്നു. എനിക്ക് പോകാൻ പറ്റുന്നില്ല. എൻവയോൺമെന്റൽ ഫാക്ടർ 2, അത് ബാരിയേഴ്സ് ആണ് വരുന്നത്. അതാണ് ഈ എക്സ് 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 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഓട്ടോ പിടിച്ചു. പക്ഷെ ഓട്ടോ കംപ്ലൈന്റ് ആയി വഴി കിടന്നു. എൻവയോൺമെന്റൽ ഫാക്ടർ 3. അന്നേരത്തേക്ക് പിന്നെ എന്താ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സമയത്ത് കോളേജിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് പീരീഡ് എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞങ്ങളുടെ HOD വിളിച്ചിട്ട് ഞാൻ ഇൻഫോം ചെയ്യും. ഇല്ലേ, ഇൻഫോം ചെയ്യും. എന്താണ്, ഇത്രയും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം എനിക്ക് കറക്റ്റ് സമയത്തിന് എത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ എന്താ പറ്റും, അവിടെ ഞാൻ എത്തുന്നില്ല, കറക്റ്റ് സമയത്ത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുകയും അവരെന്നെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഞാൻ എൻ്റെ HOD വിളിച്ച് ഞാൻ ഒരു 10 minutes ലേറ്റ് ആവും, അല്ലെങ്കിൽ 15 minutes ലേറ്റ് ആവും, ഇതുപോലെ കുറച്ച് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം ഞാൻ വെളിയിൽ കിടക്കുകയാണെന്ന് പറയുന്നു. അന്നേരം അദ്ദേഹം അതിനനുസരിച്ച് ആ മെസ്സേജ് റിസീവ് ചെയ്യുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കുകയും പകരം ഒരാളിനെ ക്ലാസ്സിലേക്ക് അയക്കുകയും ചെയ്യും. ഓക്കെ, അന്നേരം ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഘടകം വന്നിട്ടേ ഇല്ലായിരുന്നു. ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരുന്ന വെസ്ലി ആൻഡ് മക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ്. ഇതിന്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അന്നേരം ആ എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വെസ്ലി ആൻഡ് മക്ലീൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മനസ്സിൽ വരണം. ഇനി നമുക്കത് നോക്കാം. Wesley and MacLean model of communication, developed in 1957, is a widely used model that describes communication as a dynamic and interactive process. Dynamic and interactive process means പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആകൂ. It consists of 5 components: source, message, channel, receiver, destination. Okay, and the source initiate the communication by creating a message which is transmitted through channel to the receiver. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താ, ശരിക്കും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സ് കാരണം എനിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, കുറച്ച് മെസ്സേജസ് സെൻഡറിന് സെൻഡറാണ് ഞാൻ എനിക്ക് റിസീവറിന് അയക്കേണ്ടി വരുന്നു. And the receiver interprets the message, providing feedback that influences the source adaptation of the message. The channel is the medium through which the message transmitted, such as the television, radio, or the social media. Channel എന്ന് പറയുന്നത് ഏതുമാ, ടെലിവിഷനോ, റേഡിയോ, സോഷ്യൽ മീഡിയ, ഫോണോ, എന്ത് വിധത്തിൽ വേണമെങ്കിലും എനിക്കത് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാം. According to Wesley and MacLean model, communication is a cyclical process that involves a feedback and adaptation. ഇവിടെ ഞാൻ ആ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ ആ ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. നമുക്ക് എന്ത് കാര്യം കൊണ്ടും നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്ന എന്തും ഇതിൻ്റെ അകത്തേക്ക് എൻവയോൺമെന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചിട്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാനും കൂടെ ശ്രമിക്കാം. According to Wesley and MacLean model of communication, is a cyclical process that involves feedback and adaptation. Feedback occurs when the receiver responds to the message, and adaptation occurs when the source adjusts the message based on receiver's feedback. കണ്ടോ, ഇപ്പം ഞാനിപ്പം അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഒക്കർ ചെയ്യാണ്. ഫീഡ്ബാക്ക് ഒക്കേഴ്സ് വെൻ ദ റിസീവർ റെസ്പോൺസ് ടു ദ മെസ്സേജ്, ആൻഡ് അഡാപ്റ്റേഷൻ ഒക്കേഴ്സ്, അഡാപ്റ്റേഷൻ മീൻസ് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുന്നു. ഒക്കേഴ്സ് വെൻ ദ സോഴ്സ് അഡ്ജസ്റ്റ് ദ മെസ്സേജ് ബേസ്ഡ് ഓൺ റിസീവേഴ്സ് ഫീഡ്ബാക്ക്. സോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, മെസ്സേജ് ബേസ്ഡ് ഓൺ റിസീവേഴ്സ് ഫീഡ്ബാക്ക്. റിസീവറിന്റെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത് അവര് മെസ്സേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. The model also recognizes that communication is influenced by a variety of factors, including
context, culture, individuals involved in the communication process. So it is also here in this model also the communication is influenced by variety of factors such as context, culture, and individuals involved in the communication process. The context refers to the physical, social, and psychological environment. That is the this kind of context. That is this is the first context. That is the physical context, psychological context, mental context. Then financial, economical context. So there are various barriers that affect our or creating our own communication. And here, the context refers to the physical, social, and psychological environment in which the communication takes place. The culture refers to the shared beliefs, values, norms of the people involved in the communication process. Individual involved in the communication process brings their own experience, attitudes, and beliefs to the interaction, which can influence the interpretation and effectiveness of communication. Means നമ്മൾ പറയത്തില്ലേ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ഇൻഫോർമൽ ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ക്രൂ മെമ്പേഴ്സ് അതുപോലെ തന്നെ എൻ്റെ ടീം മെമ്പേഴ്സിനോടാണെങ്കിൽ അവരോട് എടുക്കുന്ന സ്ട്രാറ്റജി വേറെ ഒന്നായിരിക്കും. അന്നേരം പർട്ടിക്കുലർലി എൻ്റെ എൻവയോൺമെന്റിൽ ചേഞ്ച് സംഭവിക്കുകയും അതിനനുസരിച്ച് ടോണിൽ ചേഞ്ച് സംഭവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ എൻവയോൺമെന്റൽ ചേഞ്ച്. ഒരുപാട് എൻവയോൺമെന്റൽ ചേഞ്ചസിനനുസരിച്ച് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസിനനുസരിച്ച് ഒരുപാട് എൻവയോൺമെന്റൽ ബേസിനനുസരിച്ച് നമ്മുടെ ടോണും ഇന്റർനേഷനും കമ്മ്യൂണിക്കേഷൻ മൂഡും ഒക്കെ ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈഫിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മദറിനോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഫാദറിനോട് സംസാരിക്കുന്നത്. അതുപോലെയല്ല തീർച്ചയായും മക്കളോട് സംസാരിക്കുന്നത്, അല്ലേ? സോ ഒരേ വ്യക്തിയാണ് സംസാരിക്കുന്നത്, പക്ഷെ പല എൻവയോൺമെന്റൽ കണ്ടീഷൻ, പല കോണ്ടെക്സ്റ്റ്, പല കൾച്ചർ, പല പീപ്പിൾസിലേക്ക് വരുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നു. അതാണ് ഇവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. So the individuals involved in communication process bring up their own experience, attitudes, and beliefs to the interaction, which can influence the interpretation and effectiveness of communication. ഈ പറയുന്ന വെസ്ലി ആൻഡ് മെക്ലിയൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന ഇൻഡിവിജ്വൽസ് അവരുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ പലതരം ആറ്റിറ്റ്യൂഡ്സും ബിലീവ്സും ഇന്ററാക്ഷൻസും ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ പ്രകടമാക്കും. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് വെസ്ലി ആൻഡ് മെക്ലിയൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? Yes, miss. Hasina? Yes, ma'am. Akshara? Yes, ma'am. Yes, ma'am. Abhijit, okay. Yes, ma'am. Okay. Then Indian model of communication. Okay, maybe there is a question regarding, write a short note on Indian model of communication, but it is an ineffective one. The Bharatiya model of communication developed by Dr. N. Bhaskara Rao highlights the traditional Indian values and significance of non-verbal communication in effective communication. It emphasizes the concepts such as mutual respect, humility, and importance of relationships. So, Bhaskara Rao put forward an idea of a Bharatiya model of communication. Here, this model of communication propounded the idea of the significance of non-verbal communication as an effective way of communication. And here he emphasizes mutual respect, humility, and importance of relationship through Bharatiya model of communication developed by N. Bhaskara Rao. Another model of communication, that is the cultural cognitive model of communication, created by Dr. K.S. Jacob, recognizes India's cultural and linguistic diversity. So here in this model, Jacob recognizes or acknowledges India's cultural cognitive model of communication. This model recognizes India's cultural and linguistic diversity. It underscores, means it underlines the need to consider the varied cultural and linguistic backgrounds of communicators for successful communication. So he underlines or he implemented the idea of varied cultural and linguistic backgrounds of communicators for successful communication. Then that means the background of the communicator as well as the receiver has given due importance in this kind of communication. Then India has also witnessed the development of other models like cultural transaction model, Gandhian model of communication, and localized communication model. These models capture the diverse linguistic, cultural, and linguistic fabric of India, providing valuable insights into communication practices across different regions of the country.
Together, these models contribute to a deeper understanding of the communication dynamics in Indian context. So, some other models of Indian communication includes cultural transaction model, Gandhian model, and localized model of communication. Along with this kind of a Bharatiya model and cultural cognitive model of communication, these models provide valuable insights into the communication practices across different regions of our country because India is a diverse country, diversity country. So I hope all of the people understand the topic very well. If you have any